ഹലോ ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഉമ്മാൻ്റെ പഠിക്കുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നെയ്യപ്പമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് നെയ്യപ്പം. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ 1/2 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിലെല്ലാം ഞാൻ അടുപ്പിൽ വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഒരു 3 കപ്പ് പച്ചരിയാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് ശർക്കര ഇതേപോലെ നന്നായിട്ട് മെൽറ്റ് ചെയ്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അരിയെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ശർക്കര അരിച്ചതിന് ശേഷമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ശർക്കരയ്ക്കകത്ത് നല്ല പോലെ അഴുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് അരിച്ചു കൊടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 1/2 കപ്പ് വെള്ളം ചേർത്തപ്പോൾ കുറച്ച് കുറഞ്ഞ പോലെ എനിക്ക് തോന്നിയതിന് ശേഷം ഞാൻ ഒരു 1/2 കപ്പും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു പരുവത്തിലാണ് ഞാനത് അരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇതിൻ്റെ ഒരു പാകം. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ പാകം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ അരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് എണ്ണ വെച്ചിട്ടുണ്ട്. അപ്പം എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം അത് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക, നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ ഈ മഴക്കാലമൊക്കെയാണ്, അപ്പോൾ നമുക്ക് ഇതേപോലുള്ള എന്തെങ്കിലുമൊക്കെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി പലഹാരങ്ങളൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റ് ആണല്ലോ അല്ലേ മഴ സീസണിൽ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ നെയ്യപ്പം റെഡിയായി വന്നിട്ടുണ്ട്. 2 വശം നമുക്ക് ഇതേപോലെ ഒന്ന് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള മറ്റ് റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.